പെരിഗമന ജ്യോതിഷാലയത്തിൻ്റെ നിത്യപഞ്ചാംഗം എന്ന ജ്യോതിഷ പദ്ധതിയുടെ ഭാഗമായിട്ട് ജ്യോതിഷ വിഷയങ്ങളും ആനുകാലിക നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളും വിഷയങ്ങളുമായി ജ്യോതിഷത്തിനുള്ള പങ്ക് എന്നൊരു വിഷയത്തിലാണ് സ്വാഭാവികമായിട്ടും ഇന്ന് ഒരു ചർച്ചാ വിഷയം എടുക്കുന്നത്. അതിൽ അതിനോടൊപ്പം എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും പെരിഗമന ജ്യോതിഷാലയത്തിൻ്റെ വീഡിയോകൾ പൊതുവെ വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന വിഷയവുമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട പൊതു ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്ലെങ്കിൽ അതിന് ഉള്ള ഒരു വിശദീകരണം നമ്മളുടേതായ കാഴ്ചയിൽ എന്താണ് ജ്യോതിഷത്തെ മനസ്സിലാക്കിയത് എന്നുള്ളത് വ്യക്തമാക്കണം. ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാന വിഷയവും അത്തരത്തിലുള്ള ഒരു വിഷയമാണ്. ജാതകങ്ങളിലുള്ള പരിശോധനയിലും പ്രത്യക്ഷത്തിലുള്ള രാശി പരിശോധനയിലും ചില ഫലങ്ങളെക്കുറിച്ച് ഭാവി കാര്യങ്ങളെക്കുറിച്ച് നിർണ്ണയിക്കുമ്പോൾ അതിൽ വേണ്ട വിധം നമ്മുടെ ജീവിതവുമായിട്ട് അനുകൂലമായി വരുന്നില്ല. ചില യോഗഫലങ്ങൾ ജാതകത്തിൽ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും ചില യോഗങ്ങൾ ജാതകത്തിൽ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അനുഭവത്തിൽ വരുന്നില്ല, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ അനുഭവിക്കുന്നില്ല എന്നുള്ള ചില പരാമർശങ്ങളാണ് പൊതുവെ കാണുന്നത്. അതൊരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചോദ്യമാണ്, അതൊരു ആകാംക്ഷയാണ്. എന്താണ് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ആദി കൂടിയാണ് ഈ വിഷയം. അതിന് എത്തരത്തിലാണ് വ്യക്തത വരുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ദീർഘമായിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തത വരുത്തണം എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇന്ന് ഈ വീഡിയോക്ക് സമയം കണ്ടത്. പല ആളുകൾക്കും ധാരണ ഈ ഇത്തരത്തിലുള്ള ശാശ്വത പരിഹാരങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി, ആ പദ്ധതിയെക്കുറിച്ച് വിമർശിച്ചതിൻ്റെ പേരിൽ തന്നെ ജ്യോതിഷാലയത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കമൻറ്റ് മുഖേനയും അല്ലാതെ വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഒരു പദ്ധതിയിലും ശാശ്വതമല്ല. അത് വൈദികമായാലും അതെ, താന്ത്രികമായാലും അതെ, അതിനോടൊപ്പമുള്ള ജ്യോതിഷത്തിനുള്ളതായ പ്രവചനങ്ങളും ഭാവി നിർണ്ണയിക്കുന്നതിനകത്ത് പോലും ശാശ്വതമായ രീതിയിൽ എന്നുള്ളൊരു വാക്കിന് പ്രസക്തിയില്ല. കാരണം ശാശ്വതമായ രീതിയിൽ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ വ്യക്തിയെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളെയോ ഗുണങ്ങളെയോ അട്ടിമറിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു അട്ടിമറി സാധ്യത ഉള്ളത് ജ്യോതിഷത്തിനകത്ത് ഗ്രഹങ്ങളുടെ തമ്മിലുള്ള സഞ്ചാരവും അതുപോലെ ഗ്രഹങ്ങൾക്ക് ഉണ്ടാകുന്നതായ മാറ്റങ്ങളുമാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു അട്ടിമറി യോഗം സംഭവിക്കുന്നത്. ജാതകത്തിലുള്ളതായ ചില യോഗഫലങ്ങൾ പ്രത്യക്ഷത്തിലുള്ളതായ രാശിയെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മുൻപും പറഞ്ഞ ഒരു വിഷയം തന്നെയാണിത്. നമ്മളുടെ ജാതകം എന്ന് പറയുന്നത് ജനന സമയത്തിൽ